ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. പരമശിവന്റെയും പാർവതീദേവിയുടെയും ചൈതന്യങ്ങളിൽ നിന്ന് ഉദയം കൊണ്ട ശക്തിസ്വരൂപനായ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ എല്ലാ ഭക്തർക്കും നമസ്കാരം. നമുക്കറിയാം, കൈലാസനാഥനായ പരമശിവന്റെ തിരുമകനാണ് വിഷ്ണുമായ സ്വാമി. അച്ഛനായ ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് മഹാശിവരാത്രി. അതുകൊണ്ടുതന്നെ ഒരു വിഷ്ണുമായ ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉപാസനാമൂർത്തിയുടെ പിതാവിനെ ആരാധിക്കാനും അതിലൂടെ വിഷ്ണുമായ സ്വാമിയുടെ പരിപൂർണ അനുഗ്രഹം സിദ്ധിക്കാനും ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണിത്. ശിവൻ പ്രസാദിച്ചാൽ വിഷ്ണുമായ സ്വാമി പ്രസാദിച്ചു കഴിഞ്ഞു. ഈ വരുന്ന മഹാശിവരാത്രിയിൽ സാധാരണ പൂജകൾക്കപ്പുറം തന്ത്രവിധികളോടുകൂടിയ ഒരു സാധന നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ശിവരാത്രി ദിനത്തിൽ ഉപവാസമെടുത്ത് പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം വിഷ്ണുമായ സ്വാമിയുടെ മൂലമന്ത്രങ്ങളും ജപിക്കുന്നത് സ്വാമിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലും ജീവിതത്തിലും വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് ശിവരാത്രിയിലെ നിശീഥകാലം എന്നറിയപ്പെടുന്ന പാതിരാത്രി സമയം തന്ത്രസാധനകൾക്ക് വളരെ പ്രധാനമാണ്. ഈ സമയത്താണ് ശിവൻ ലിംഗരൂപത്തിൽ അവതരിച്ചത്. ഈ സമയത്ത് വിഷ്ണുമായ സ്വാമിയെ ധ്യാനിക്കുന്നവർക്ക് ക്ഷിപ്രപ്രസാദിയായ സ്വാമി സർവ്വ തടസ്സങ്ങളും നീക്കിത്തരും. ഇനി ശിവരാത്രി ദിവസം നമ്മൾ എങ്ങനെ വ്രതമെടുക്കണമെന്നും അർദ്ധരാത്രിയിൽ ചെയ്യേണ്ട സവിശേഷമായ പൂജ എന്താണെന്നും നോക്കാം. ഇതൊരു താന്ത്രിക സാത്വിക രീതിയിലുള്ള പൂജാക്രമമാണ്. ശിവരാത്രി ആയതിനാൽ മാംസമദ്യ നൈവേദ്യങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും സാത്വികമായി ചെയ്യുന്നതാണ് ഉത്തമം. പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്രതം. ശിവരാത്രി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ശുദ്ധിയായി ഓം നമഃ ശിവായ ജപത്തോടെ വ്രതം ആരംഭിക്കുക. പകൽ മുഴുവൻ അരിഭക്ഷണം ഒഴിവാക്കുക. പഴങ്ങളോ ലഘുപ ദിവ്യഭക്ഷണമോ കഴിക്കാം. ശുദ്ധി. പൂജാമുറി വൃത്തിയാക്കി ഗംഗാജലമോ ശുദ്ധജലമോ തളിച്ച് ശുദ്ധീകരിക്കുക. സങ്കൽപ്പം. എൻ്റെ സർവ്വ ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങുന്നതിനും വിഷ്ണുമായ സ്വാമിയുടെ പ്രത്യക്ഷ അനുഗ്രഹത്തിനും വേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യുന്നു എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. രാത്രി 11:45 PM മുതൽ 12:30 AM വരെയാണ് ലിംഗോത്ഭവ സമയം എന്നറിയപ്പെടുന്ന കാലം. ഇനി പറയുന്ന സാധനങ്ങൾ തയ്യാറാക്കുക. നിലവിളക്ക്, എണ്ണ, തിരി. വിഷ്ണുമായ സ്വാമിയുടെ ഫോട്ടോ വയ്ക്കാൻ ഒരു പീഠം. ചുവന്ന പൂക്കൾ, തെച്ചിപ്പൂവ് ഉത്തമം. നൈവേദ്യം. മലർ, ശർക്കര, കദളിപ്പഴം അല്ലെങ്കിൽ പാളയം കോടൻ. കരിക്ക് ഒരെണ്ണം. സാത്വിക ഗുരുതിക്കുള്ള സാധനങ്ങൾ: മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത കലക്കിയ വെള്ളം. ഇത് രക്തത്തിന് പകരമുള്ള സാത്വിക ബലിയാണ്. ഇനി പൂജ ചടങ്ങുകളിലേക്ക് കടക്കാം. ദീപം തെളിയിക്കൽ. ശരിക്ക് 11:45 വടക്കോട്ട് ദർശനമായി വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം വെച്ച് നിലവിളക്ക് കൊളുത്തുക. ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. ശിവസ്തുതി. ആദ്യം പിതാവിനെ വന്ദിക്കുക. വിഷ്ണുമായ സ്വാമി ശിവപുത്രനായതിനാൽ ആദ്യം ശിവനെ ധ്യാനിക്കുന്നത് സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. താഴെ പറയുന്ന മന്ത്രം 9 തവണ ജപിക്കുക. त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीय मामृदा
വിഷ്ണുമായ ആവാഹനം. കൈകളിൽ അല്പം ചുവന്ന പൂക്കളെടുക്കുക. വിഷ്ണുമായ സ്വാമി മഹിഷവാഹനനായി പോത്തിനു പുറത്ത് കയ്യിൽ കുരുവടിയുമായി മുന്നിൽ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇത് ഭക്തിപൂർവം ചൊല്ലി പൂക്കൾ ഫോട്ടോയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക. കാളീവനാലയഗതം ഗജഗർണപുത്രം കൗലേശതോഷ്ണപരം കുഹകസ്വരൂപം കാലാന്തഗസ്യ തനയം കലിദോഷനാശം ശ്രീ വിഷ്ണുമായ കുലദൈവതമാശ്രാമി. കാളീവനത്തിൽ വസിക്കുന്നവനും ഗജകർണന്റെ സഹോദരനും ശിവന് സന്തോഷം നൽകുന്നവനും മായാസ്വരൂപനും കാലാന്തകനായ ശിവന്റെ മകനും കലിദോഷങ്ങളെ നശിപ്പിക്കുന്നവനുമായ ശ്രീ വിഷ്ണുമായ സ്വാമിയെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇനി 108 തവണ സ്വാമിയുടെ മൂലമന്ത്രം ജപിക്കണം. ഇത് അതീവ ശക്തിയുള്ളതാണ്. നടുവ് നിവർത്തിയിരുന്ന് കണ്ണുകൾ അടച്ച് ജപിക്കുക. വിഷ്ണുമായൈ നമഃ. കൂടുതൽ ഫലസിദ്ധിക്കായി ഇനി പറയുന്ന മന്ത്രം 21 തവണ ജപിക്കാം. ഓം ഹ്രീം സർവവിഘ്നഹരായ സർവശത്രുനാശനായ ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമഃ. ഓം ഹ്രീം സർവവിഘ്നഹരായ സർവശത്രുനാശനായ ശ്രീ വിഷ്ണുമായ സ്വാമിനേ നമഃ. നൈവേദ്യം സമർപ്പിക്കൽ. മലർ, ശർക്കര, പഴം എന്നിവ സ്വാമിക്ക് മുന്നിൽ സമർപ്പിക്കുക. കരിക്കുടച്ച് വെള്ളം നിവേദിക്കുക. സാത്വിക ഗുരുതി തർപ്പണം പ്രധാന ചടങ്ങ്. മഹാശിവരാത്രിയുടെ അർദ്ധരാത്രിയിൽ തടസ്സങ്ങൾ മാറാൻ സാത്വിക ഗുരുതി ഒഴിക്കുന്നത് നല്ലതാണ്. ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടിയും അല്പം ചൂണാമ്പും ചേർത്ത് വെള്ളം കലക്കി ചുവപ്പ് നിറമാക്കുക. ഇത് രക്തത്തിന് തുല്യമാണ്. ഈ പാത്രം കയ്യിലെടുത്ത് വിഷ്ണുമായ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് വീട്ടിൻ്റെയോ വ്യക്തിയുടെയോ ദോഷങ്ങൾ ഈ ഗുരുതിയിലേക്ക് ആവാഹിക്കുന്നതായി സങ്കൽപ്പിക്കുക. എന്നിട്ട് വീട്ടിനു പുറത്ത് വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ മണ്ണിലൊഴിക്കുക. ഫ്ലാറ്റുകളിലുള്ളവർക്ക് സിങ്കിലൊഴിക്കാവുന്നതാണ്. പക്ഷേ സങ്കല്പം പ്രധാനം. ഭഗവാനെ, അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും സദാ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർപ്പൂരമൊഴിഞ്ഞ് പൂജ അവസാനിപ്പിക്കുക. ഈ ശിവരാത്രി നാളിൽ ഭക്തിയോടും നിഷ്ഠയോടും കൂടി ഈ കർമ്മം ചെയ്താൽ വിഷ്ണുമായ സ്വാമി കൂടോത്ര ദോഷങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കും എന്നത് തീർച്ചയാണ്. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.